നമസ്കാരം, എവർക്കും എഡിക്യോയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് 10th പ്രിലിംസ് ഒന്നാം ഘട്ട പരീക്ഷയ്ക്ക് ചോദിച്ച കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്റ്റുമാണ്. അപ്പോൾ വരും ഘട്ടങ്ങളിൽ എക്സാം ഉള്ളവർ ഈ ക്ലാസ് പ്രയോജനപ്പെടുത്തുക. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് കേരള നിയമസഭാ ബൈ ഇലക്ഷൻ, ലോക്സഭാ ബൈ ഇലക്ഷൻ, കേരള മന്ത്രിസഭ, ബ്രിക്സ് സബ്മിറ്റ്, ഈ 4 ടോപ്പിക്സാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, 2024 ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ പാലക്കാടും ചേലക്കരയുമാണ് 2024 നിയമസഭാ ഉപതിരഞ്ഞെടുപ്പ് നടന്ന 2 മണ്ഡലങ്ങൾ. 2024 നിയമസഭാ ബൈ ഇലക്ഷനും നടന്നിട്ടുണ്ട്, ലോക്സഭാ ബൈ ഇലക്ഷനും നടന്നിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ 2024 ലോക്സഭാ ബൈ ഇലക്ഷൻ നടന്നത് വയനാട്ടിലാണ്. എന്തുകൊണ്ടാണ് വയനാട് ബൈ ഇലക്ഷൻ നടന്നത്? 2024 18ാമത് ലോക്സഭയിലേക്ക് വയനാട്ടിൽ നിന്നും വിജയിച്ചത് രാഹുൽ ഗാന്ധിയായിരുന്നു. രാഹുൽ ഗാന്ധി വയനാട്ടിലും റായ്ബറേലിയിലും നിന്ന് മത്സരിച്ചിരുന്നു. അപ്പം അദ്ദേഹം റായ്ബറേലി മണ്ഡലം, ഉത്തർപ്രദേശിലെ റായ്ബറേലി മണ്ഡലമാണ് അദ്ദേഹം നിലനിർത്തിയത്. വയനാട്ടിൽ അദ്ദേഹം രാജിവെച്ചു. അപ്പം അങ്ങനെയാണ് വയനാട്ടിലൊരു ബൈ ഇലക്ഷൻ വന്നത്. രാഹുൽ ഗാന്ധിയുടെ നിലവിലെ മണ്ഡലം ഏതാണ്? റായ്ബറേലി സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ്. രാഹുൽ ഗാന്ധി നിലവിൽ റായ്ബറേലിയിൽ നിന്നുള്ള MP ആണ്. അങ്ങനെ വയനാട്ടിൽ ബൈ ഇലക്ഷൻ നടന്നു. വയനാട്ടിൽ വിജയിച്ചത് ആരാണ്? പ്രിയങ്ക ഗാന്ധിയാണ് വയനാട്ടിൽ വിജയിച്ചത്. പ്രിയങ്ക ഗാന്ധിക്ക് എത്ര വോട്ടാണ് കിട്ടിയത്? 4,11,913 വോട്ടുകൾക്കാണ് പ്രിയങ്ക ഗാന്ധി അവിടെ വിജയിച്ചത്. രാഹുൽ ഗാന്ധിയുടെ മണ്ഡലം ഓർത്തിരിക്കുക, റായ്ബറേലി ഉത്തർപ്രദേശിലാണ്. നിലവിൽ 18ാമത് ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി. പ്രതിപക്ഷ നേതാവാകുന്ന 12ാമത് വ്യക്തിയാണ് രാഹുൽ ഗാന്ധി. നിലവിൽ രാഹുൽ ഗാന്ധി 18ാം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ്. അപ്പോൾ വയനാട്ടിൽ വിജയിച്ചത് പ്രിയങ്ക ഗാന്ധിയാണ്. റായ്ബറേലിയാണ് രാഹുൽ ഗാന്ധിയുടെ മണ്ഡലം. ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക. നമുക്ക് കേരളത്തിൽ നടന്ന ബൈ ഇലക്ഷൻ കൊണ്ട് നോക്കാം. നിയമസഭ ബൈ ഇലക്ഷൻ ഉപതിരഞ്ഞെടുപ്പ്. കേരളത്തിൽ നിയമസഭാ ഉപതിരഞ്ഞെടുപ്പ് നടന്നത് 2 മണ്ഡലങ്ങളിലാണ്, പാലക്കാടും ചേലക്കരയും. പാലക്കാട് MLA ആയിരുന്ന ഷാഫി പറമ്പിൽ റിസൈൻ ചെയ്തു. അപ്പം അതിന് പകരമായിട്ടാണ് പാലക്കാട് ഒരു ബൈ ഇലക്ഷൻ നടന്നത്. ഷാഫി പറമ്പിൽ നിലവിൽ വടകരയിൽ നിന്നുള്ള ലോക്സഭാ MP ആണ്. ഷാഫി പറമ്പിൽ ഇപ്പോൾ നിലവിൽ വടകരയിൽ നിന്നുള്ള ലോക്സഭാ MP ആണ്. അപ്പം അങ്ങനെയാണ് പാലക്കാട് ഒരു വേക്കൻസി വന്നത്. അങ്ങനെയാണ് പാലക്കാട് ഉപതിരഞ്ഞെടുപ്പ് നടന്നത്. ചേലക്കരയിലും അതുപോലെ തന്നെയാണ്. MLA ആയിരുന്ന K രാധാകൃഷ്ണൻ നിലവിൽ ആലത്തൂരിൽ നിന്നുള്ള ലോക്സഭാ MP ആണ്. അപ്പോൾ K രാധാകൃഷ്ണൻ ഇപ്പോൾ നിലവിൽ ആലത്തൂരിൽ നിന്നുള്ള ലോക്സഭാ MP ആണ്. അപ്പം അങ്ങനെയാണ് ചേലക്കരയിലും ഉപതിരഞ്ഞെടുപ്പ് നടന്നത്. അപ്പോൾ പാലക്കാട് വിജയിച്ചത് ആരാണ്? രാഹുൽ മാങ്കൂട്ടമാണ് പാലക്കാട് വിജയിച്ചത്. ചേലക്കരയിൽ വിജയിച്ചത് UR പ്രദീപ്. പാലക്കാട് വിജയിച്ചത് രാഹുൽ മാങ്കൂട്ടവും ചേലക്കരയിൽ വിജയിച്ചത് UR പ്രദീപുമാണ്. ഈ ചേലക്കര പട്ടികജാതി സംവരണ മണ്ഡലമാണ് ചേലക്കര. ഇത്രയും കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടൊന്ന് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി ആരാണ്? റോഷി അഗസ്റ്റിൻ. അപ്പോൾ കേരളത്തിലെയും കേന്ദ്രത്തിലെയും മന്ത്രിമാരും വകുപ്പുകളും ഒന്ന് പഠിച്ചിരിക്കുക. അപ്പോൾ നമുക്ക് കേരള മന്ത്രിമാരും വകുപ്പുകളും നോക്കാം. മുഖ്യമന്ത്രി ഉൾപ്പെടെ 21 മന്ത്രിമാരാണ് കേരളത്തിൽ ആകെയുള്ളത്. 21 മന്ത്രിമാരാണ് കേരളത്തിലുള്ളത്. നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വകുപ്പുകളൊന്ന് നോക്കിയിരിക്കുക. പൊതുഭരണം, അഖിലേന്ത്യാ സേവനങ്ങൾ, ആസൂത്രണം, സാമ്പത്തിക കാര്യങ്ങൾ, ശാസ്ത്രം, സാങ്കേതിക വിദ്യ, പരിസ്ഥിതി, മലിനീകരണ നിയന്ത്രണം, ഭരണപരിഷ്കാരങ്ങൾ, തെരഞ്ഞെടുപ്പ്, വിവരസാങ്കേതിക വിദ്യ, സൈനികക്ഷേമം, ദുരിതാശ്വാസം, വിമാനത്താവളങ്ങൾ, മെട്രോ റെയിൽ, അന്തർ സംസ്ഥാന നദീജലം, തീരദേശ ഷിപ്പിംഗ്, ഉൾനാടൻ നാവിഗേഷൻ, പ്രവാസി കേരളീയരുടെ കാര്യങ്ങൾ, ആഭ്യന്തരം, വിജിലൻസ്, സിവിൽ ആൻഡ് ക്രിമിനൽ ജസ്റ്റിസ്, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ്, ജയിലുകൾ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വകുപ്പുകൾ. മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന പ്രധാനപ്പെട്ട വകുപ്പുകൾ മൊത്തം ഒന്ന് വായിച്ചിരിക്കുക. അടുത്ത നമുക്ക് നോക്കാം. റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ K രാജനാണ്. പാർപ്പിട വകുപ്പ് മന്ത്രിയും K രാജനാണ്. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി.
അനർട്ടും അദ്ദേഹത്തിൻ്റെ അണ്ടറിലാണ് വരുന്നത്. വനം വന്യജീവി സംരക്ഷണ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് എ കെ ശശീന്ദ്രൻ. രജിസ്ട്രേഷൻ, മ്യൂസിയം, പുരാവസ്തു വകുപ്പ് എന്നിവ കൈകാര്യം ചെയ്യുന്നത് ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ്. ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. കായികം, വഖഫ്, ഹജ്ജ്, തീർത്ഥാടനം, തപാൽ, ടെലിഗ്രാഫ്, റെയിൽവേ മന്ത്രി വി അബ്ദുറഹ്മാൻ. ഇപ്പോൾ റെയിൽവേ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. റെയിൽവേ വകുപ്പ് മന്ത്രി ആരെന്നൊക്കെ ചോദിക്കാറുണ്ട്. വി അബ്ദുറഹ്മാൻ. കായികം ഓർത്തിരിക്കുക. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ജി ആർ അനിൽ. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിലാണ്. ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ. റവന്യൂ മന്ത്രി കെ രാജനും ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാലുമാണ്. രണ്ടും മാറിപ്പോരുത്. ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദു. മൃഗസംരക്ഷണവും ക്ഷീരവികസനവും കൈകാര്യം ചെയ്യുന്നത് ജെ ചിഞ്ചുറാണിയാണ്. തദ്ദേശ സ്വയംഭരണം, എക്സൈസ്, പാർലമെന്ററി കാര്യം എം ബി രാജേഷിന്റെ വകുപ്പുകളാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. എം ബി രാജേഷാണ്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദാണ്. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ക്ഷേമ മന്ത്രി ഒ ആർ കേളു. നിയമവകുപ്പ് കൈകാര്യം ചെയ്യുന്നത് പി രാജീവ്. അദ്ദേഹത്തിൻ്റെ തന്നെയാണ് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. അദ്ദേഹത്തിൻ്റെ വകുപ്പാണ് തൊഴിലും. സഹകരണം, തുറമുഖം, ദേവസ്വം എന്നിവ കൈകാര്യം ചെയ്യുന്നത് വി എൻ വാസവൻ. ദേവസ്വം വകുപ്പൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ആരോഗ്യം, വനിതാ ശിശുക്ഷേമ മന്ത്രി വീണ ജോർജ്. ഫിഷറീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് സജി ചെറിയൻ. ഫിഷറീസ് വകുപ്പ് മന്ത്രിയാണ് സജി ചെറിയൻ. സാംസ്കാരികം, യുവജന കാര്യമൊക്കെ കൈകാര്യം ചെയ്യുന്നത് സജി ചെറിയാനാണ്. അപ്പം ഇത്രയാണ് മന്ത്രിമാരും വകുപ്പുകളെക്കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. നിലവിലെ എത്രാമത് കേരള നിയമസഭയാണ്? 15ാം കേരള നിയമസഭയാണ്. ഇപ്പം നിലവിലുള്ളത് 15ാം കേരള നിയമസഭയാണ്. ഈ 15ാം കേരള നിയമസഭയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ നിലവിൽ 21 മന്ത്രിമാരാണ് ഉള്ളത്. ഇതിൽ വനിതാ മന്ത്രിമാർ എത്രയാണ്? വനിതാ മന്ത്രിമാർ 3 പേര്. എന്നാൽ വനിതാ പ്രാതിനിധ്യം 12 പേരാണ്. 12 വനിതകളാണ് ആകെയുള്ളത്. അതിൽ 3 പേര് മന്ത്രിമാരാണ്. 15ാം കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. നമ്മുടെ കേരള ഗവർണർ ഇപ്പം നിലവിൽ മാറിയിട്ടുണ്ട്. ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് നിലവിലെ കേരള ഗവർണർ. ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നു. അദ്ദേഹം മാറി 2025 ജനുവരി 2-നാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അധികാരം ഏറ്റെടുത്തത്. ബീഹാർ ഗവർണറായിരുന്ന രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറെയാണ് പുതിയ കേരള ഗവർണറായി നിയമിച്ചത്. അപ്പോൾ കേരള ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാനെ ബീഹാർ ഗവർണറായി നിയമിച്ചു. അപ്പം ആരിഫ് മുഹമ്മദ് ഖാനെ എങ്ങോട്ടാണ് നിയമിച്ചത്? ബീഹാറിലേക്ക്. അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള കേരള ഗവർണർ ബീഹാറിൽ നിന്നും വന്ന വ്യക്തിയാണ്. കേരള സ്പീക്കർ എ എൻ ഷംസീറാണ്. സ്പീക്കർ ആരാണ്? എ എൻ ഷംസീർ. അദ്ദേഹത്തിൻ്റെ മണ്ഡലം തലശ്ശേരിയാണ്. ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? ചിറ്റയം ഗോപകുമാറാണ് ഡെപ്യൂട്ടി സ്പീക്കർ. അടൂരാണ് അദ്ദേഹത്തിൻ്റെ മണ്ഡലം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മന്ത്രിമാരെയും വകുപ്പുകളെയും കുറിച്ചൊന്ന് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബ്രിക്സ് സബ്മിറ്റിനെ കുറിച്ച് 2 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് അവ നോക്കാം. 2024 ബ്രിക്സ് സമ്മേളനം നടന്നത് എവിടെയാണ്? റഷ്യയിലാണ് 2024 ബ്രിക്സ് സമ്മേളനം നടന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 2024 നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? 16ാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നത്. കറക്റ്റാണ്. കസാൻ സ്ഥിതി ചെയ്യുന്നത് ചൈനയിലല്ല, നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. റഷ്യയിലാണ് കസാൻ സ്ഥിതി ചെയ്യുന്നത്. ബ്രിക്സിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. അത് തെറ്റാണ്. 2009 ബ്രിക്സ് രൂപം കൊണ്ടത്. കറക്റ്റാണ്. 1ഉം 4ഉമാണ് കറക്റ്റ്. 2024 16ാമത് ബ്രിക്സ് സമ്മിറ്റാണ് നടന്നത്. റഷ്യയിലെ കസാനിൽ വെച്ചിട്ടാണ് സമ്മേളനം നടന്നത്. 2023 വേദി ഒന്ന് ഓർത്തിരിക്കുക. 2023 15ാമത് സബ്മിറ്റ് സൗത്ത് ആഫ്രിക്കയിൽ വെച്ചിട്ടാണ് നടന്നത്. സൗത്ത് ആഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗ്
ജോഹന്നാസ്ബർഗ്. സൗത്ത് ആഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ വെച്ചിട്ടാണ് 2023 സബ്മിറ്റ് നടന്നത്. 2025 നടക്കാൻ പോകുന്നത് 17ാം ബ്രിക്സ് സബ്മിറ്റാണ്. ബ്രസീലാണ് വേദി. ബ്രസീൽ. അപ്പം ഇത്രയും വേദികളൊന്ന് ഓർത്തിരിക്കുക. 2023, 24, 25 ഒന്ന് ഓർത്തിരിക്കുക. ഈ ബ്രിക്സ് എന്തിനു വേണ്ടിയാണ് രൂപീകരിച്ചത്? അംഗരാജ്യങ്ങൾക്കിടയിൽ സാമ്പത്തിക സഹകരണം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി രൂപീകരിച്ച ഒരു കൂട്ടായ്മയാണ് ബ്രിക്സ്. ആദ്യകാലങ്ങളിൽ ഇത് ബ്രിക്സ് എന്നല്ല അറിയപ്പെട്ടിരുന്നത്, ബ്രിക്ക് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് എസ് കൂട്ടിച്ചേർത്തത്. 2009 ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന എന്നീ രാജ്യങ്ങളുടെ കൂട്ടായ്മയായിട്ടാണ് ബ്രിക്ക് നിലവിൽ വന്നത്. 2009 ബ്രിക്ക് നിലവിൽ വന്നു. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന എന്നീ 4 രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയായിട്ടാണ് 2009 ബ്രിക്ക് നിലവിൽ വന്നത്. 2011 സൗത്ത് ആഫ്രിക്ക ബ്രിക്സിൽ അംഗമായി. സൗത്ത് ആഫ്രിക്ക അംഗമായതോടുകൂടി ബ്രിക്സ് എന്നായി. ബ്രിക്സ് എന്നറിയപ്പെടാൻ തുടങ്ങി. 2011 സൗത്ത് ആഫ്രിക്ക കൂടി അംഗമായതോടുകൂടി ബ്രിക്സ് എന്ന് അറിയപ്പെടാൻ തുടങ്ങി. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക അങ്ങനെയാണ് ബ്രിക്സ് രൂപീകരിച്ചത്. നമ്മൾ പറഞ്ഞു 2023 സൗത്ത് ആഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ വെച്ചിട്ടാണ് സമ്മേളനം നടന്നതെന്ന്. ആ ഒരു സമ്മേളനത്തിൽ കുറച്ച് രാജ്യങ്ങൾ ബ്രിക്സിൽ അംഗമാകാൻ വേണ്ടി തീരുമാനിച്ചു. ആ രാജ്യങ്ങളുടെ പേരൊന്ന് ഓർത്തിരിക്കുക. 2023 അംഗമാകാൻ തീരുമാനിച്ച രാജ്യങ്ങൾ: അർജന്റീന, സൗദി അറേബ്യ, ഈജിപ്ത്, ഇറാൻ, എത്യോപ്യ, UAE. ഇത്രയും രാജ്യങ്ങളാണ് 2023 സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് നടന്ന സബ്മിറ്റിൽ അംഗങ്ങളാകാൻ തീരുമാനിച്ചത്. ഇതിലെല്ലാ രാജ്യങ്ങളും പിന്നീട് അംഗമായില്ല. അർജന്റീനയും സൗത്ത് ആഫ്രിക്കയും നിലവിൽ അംഗങ്ങളല്ല. ഈജിപ്ത്, ഇറാൻ, എത്യോപ്യ, UAE എന്നീ 4 രാജ്യങ്ങളാണ് ബ്രിക്സിൽ അംഗമായത്. അപ്പോൾ ഇവരുടെ അംഗത്വം 2024 ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വന്നു. അപ്പോൾ ഇവർ പൂർണ്ണ അംഗങ്ങളാണ്. ഈജിപ്തും ഇറാനും എത്യോപ്യയും UAEയും നിലവിൽ ബ്രിക്സിലെ അംഗങ്ങളാണ്. അർജന്റീനയും സൗത്ത് ആഫ്രിക്കയും നിലവിൽ അംഗങ്ങളല്ല. അന്ന് ഓർത്തിരിക്കുക. അടുത്തത് നമുക്ക് ബ്രിക്സ് ബാങ്കിനെ കുറിച്ചും കൂടെ നോക്കാം. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നീ ബ്രിക്സ് രാജ്യങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുക എന്ന ലക്ഷ്യത്തോടെ ഈ രാജ്യങ്ങൾ ചേർന്ന് 2014 ജൂലൈ 15 രൂപീകരിച്ചൊരു ബാങ്കാണ് ബ്രിക്സ് വികസന ബാങ്ക്. അതിന് മറ്റൊരു പേരും കൂടെ ഉണ്ട്, ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക്. ഇപ്പം ബ്രിക്സ് വികസന ബാങ്ക് 2014 ജൂലൈ 15 രൂപീകരിച്ചത്. അതിൻ്റെ മറ്റൊരു പേര് ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക്. ബ്രിക്സ് ബാങ്കിൻ്റെ ആസ്ഥാനം ചൈനയിലെ ഷാങ്ഹായ് ആണ്. ഓർത്തിരിക്കുക, ബ്രിക്സ് ബാങ്കിൻ്റെ ആസ്ഥാനം ചൈനയിലെ ഷാങ്ഹായ് ആണ്. ബാങ്കിൻ്റെ ആദ്യത്തെ അധ്യക്ഷനായത് KV കാമത്ത്. ദിൽമ റൂസഫാണ് നിലവിലെ അധ്യക്ഷ. ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ നിലവിലെ അധ്യക്ഷയാരാണ്? ദിൽമ റൂസഫ്. 2025 ജൂലൈ വരെയാണ് ദിൽമ റൂസഫിൻ്റെ കാലാവധി. നിലവിൽ ബ്രിക്സിൻ്റെ മേധാവികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബ്രസീലിൻ്റെ രാഷ്ട്രപതി ലുലാ ഡ സിൽവ, റഷ്യൻ രാഷ്ട്രപതി വ്ളാഡിമിർ പുടിൻ, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ചൈനയുടെ രാഷ്ട്രപതി ഷി ജിൻപിങ്, ദക്ഷിണാഫ്രിക്കൻ രാഷ്ട്രപതി സിറിൽ റമഫോസ. അപ്പോൾ ഇത്രയും പേരുടെ പേരുകളൊന്ന് ഓർത്തിരിക്കുക. 2024 ഒക്ടോബറിൽ അൾജീരിയ, ബെലാറസ്, ബൊളീവിയ, ക്യൂബ, ഇന്തോനേഷ്യ, കസാക്കിസ്ഥാൻ, മലേഷ്യ, നൈജീരിയ, തായ്ലൻഡ്, തുർക്കി, ഉഗാണ്ട, ഉസ്ബെക്കിസ്ഥാൻ, വിയറ്റ്നാം എന്നീ 13 രാജ്യങ്ങളെ നിരീക്ഷണ പങ്കാളി രാജ്യങ്ങളാക്കാൻ തീരുമാനിച്ചു. ഏതൊക്കെയാണ്? അൾജീരിയ, ബെലാറസ്, ബൊളീവിയ, ക്യൂബ, ഇന്തോനേഷ്യ, കസാക്കിസ്ഥാൻ, മലേഷ്യ, നൈജീരിയ, തായ്ലൻഡ്, തുർക്കി, ഉഗാണ്ട, ഉസ്ബെക്കിസ്ഥാൻ, വിയറ്റ്നാം. ഇങ്ങനെ 13 രാജ്യങ്ങളെ നിരീക്ഷണ പങ്കാളി രാജ്യങ്ങളാക്കാൻ വേണ്ടി തീരുമാനിച്ചു. അവർ പൂർണ്ണമായും ബ്രിക്സിൻ്റെ അംഗങ്ങളല്ല, നിരീക്ഷണ പങ്കാളികളാണ്. ഇങ്ങനെ നിരീക്ഷണ പങ്കാളികളായ ഈ 13 രാജ്യങ്ങൾക്ക് ബ്രിക്സ് അംഗങ്ങളിൽ നിന്നും കുറച്ച് പിന്തുണ ലഭിക്കും. അതാണ് അവർക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ്. ബ്രിക്സ് അംഗങ്ങളിൽ നിന്നും കുറച്ച് പിന്തുണ ലഭിക്കും. ഇത്രയാണ് നമുക്ക് ബ്രിക്സിനെ കുറിച്ച് പ്രധാനമായിട്ട് പഠിക്കാനായിട്ടുള്ളത്. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക.
നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം.